ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഏട്ടനതാ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നും വിളക്ക് വെക്കും. ഇന്ന് രാവിലെ ഏട്ടൻ പോകുമ്പോൾ വിളക്ക് വെച്ചിട്ടാണ് കേട്ടോ പോക്ക്. അപ്പോൾ ഇന്നാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്ന് സ്കൂള്. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. ഇപ്പോൾ രാവിലെ കുഴപ്പമില്ല, ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താവുമെന്ന് അറിയില്ല കേട്ടോ. സ്ഥിരം അങ്ങനെ തന്നെയാണ്. രാവിലെ കുറച്ച് വെയിലെറിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മഴയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വലിയൊരു പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ പുറത്തിങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ടിട്ടിരിക്കുകയാണ്. ചിലപ്പോൾ കിളികളുണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ അതാ പൂമ്പാറ്റ, ഇന്നും പൂമ്പാറ്റ ഉണ്ടാവും കേട്ടോ. ഇന്നിപ്പോൾ ഒരു വെള്ള പൂമ്പാറ്റയുള്ളൂ, ഇല്ലെങ്കിൽ 2 3 ഒക്കെ ഉണ്ടാവും. പിന്നെ മഞ്ഞ കളർ പൂമ്പാറ്റ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്നും ഒരു പൂമ്പാറ്റയുള്ളൂ, കിളികളൊന്നും വന്നില്ല. മറ്റേ എന്താ ചപ്പിലെ കിളിന്നോ എന്താ പറയുക, പൂത്താങ്കിരി എന്നൊക്കെ ഞങ്ങൾ പറയും, അങ്ങനത്തെ കിളിയൊക്കെ വരലുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനത് അടുക്കളയ്ക്ക് വന്നു. അമ്മ ചപ്പാത്തിയൊക്കെ പരത്തി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചുട്ടെടുക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ എണ്ണ ഒഴിച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുക. എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുഴയ്ക്കുമ്പോൾ തന്നെ എണ്ണ ഒഴിക്കും, എണ്ണ ഒഴിച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുക. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ആ ചട്ടകം കൊണ്ട് എല്ലാവിടെയും ആക്കിയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതാ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതാ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് വഴുതിനങ്ങ ഫ്രൈ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിതാ ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. അവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും മതി ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്, വലിയ കൂട്ടാനൊന്നും വേണ്ട. പിന്നെ ചോറും കാര്യങ്ങളൊക്കെ സ്കൂളിലുണ്ടല്ലോ, അപ്പോൾ അത് മാത്രമേ കൊടുത്തുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ ഇപ്രാവശ്യം മേടിച്ച കുപ്പി മേടിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ പെയിൻറ്റൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ പെയിൻറ്റൊക്കെ അങ്ങനെ ഇളകി തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാട്ടിക്ക് സ്നാക്സിനെ മുന്തിരിങ്ങ ആക്കുകയാണ്. അവർക്ക് സ്നാക്സ് ടൈമൊന്നും കുറേ നേരം കിട്ടില്ല, ഒരു 5 10 മിനിറ്റ് കിട്ടും. അപ്പോൾ കുറച്ച് മുന്തിരിങ്ങ ആക്കി കൊടുക്കുള്ളൂ. പിന്നെ അതാ വഴുതിരിങ്ങ ഫ്രൈ ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട് ലഞ്ചിനുള്ളത്. അതൊരു ടവലിലും കൂടെ കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ എണ്ണ ബാഗിൽ പോകും, അപ്പോൾ അങ്ങനെ ടവലിലും കൂടെ കെട്ടിക്കൊടുക്കണ്ടേ. അങ്ങനെ അവർക്ക് വേണ്ടതൊക്കെ എടുത്ത് വെച്ചു കേട്ടോ, പ്ലേറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് പാലില്ല, പാലിലെ ദിവസം ക്ലാസ്സും കൂടെ കൊണ്ടുപോകണം. പിന്നെ മാട്ടറുടെ മുടി കെട്ടുകയാണ്. മാട്ടറുടെ മുടിയാണെങ്കിൽ ഭയങ്കര ചിക്കാണ് കേട്ടോ. അത് പെട്ടെന്ന് ചിക്ക് പിടിക്കും. ശ്രീകുട്ടറുടെ മുടി അങ്ങനെയല്ല. ശ്രീകുട്ടറുടെ മുടി ഓളെന്നെ ചിക്ക് എടുക്കും. ഇവൾക്ക് അങ്ങനെ എപ്പോഴും ചിക്ക് എടുക്കാനൊന്നും ഇവൾക്ക് അറിയില്ലല്ലോ. ഞാനും എപ്പോഴും വീട്ടിൽ, അതുകൊണ്ട് ഇവളുടെ മുടിയും ഭയങ്കര ചിക്കാണ്. അപ്പോൾ ആ ചിക്ക് എടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മുടി കിട്ടി. അപ്പോൾ അത് ഭയങ്കര സങ്കടമായി, മുടി പോയി എന്ന് കണ്ടിട്ട്. അതാണ് ഇങ്ങനെ മുഖം ഇങ്ങനെയൊക്കെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവർ പോവാൻ വരെ ഞാൻ ഉമ്മർത്തിരിക്കും കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ശ്രീകുട്ടി ഉമ്മ തന്നു, അതൊന്നും വീഡിയോയിൽ എടുത്തില്ല കേട്ടോ. പിന്നെ ഇതാ മാട്ടി ഉമ്മ തരുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അവിടെ ഒക്കെ വർത്താനം പറഞ്ഞിട്ടിരിക്കും. ശ്രീകുട്ടി കണ്ടാൽ അവിടെ തന്നെ ഇരിക്കേണ്ട, അവളുടെ ഉടുപ്പാണ് കാണുന്നത്.